നമസ്തേ. ധ്വനിയുത്തമൻ. CAA വിരുദ്ധ സമരം എന്താണെന്ന് ഞങ്ങൾ കണ്ടതാണ്. അഗ്നിവീറിനെതിരെ രാജ്യത്ത് കലാപം ഉണ്ടാക്കിയതും ഞങ്ങൾ കണ്ടതാണ്. ഇവിടെ സുരക്ഷിതമല്ല എന്ന് തോന്നിയതും ഞങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ കഴിഞ്ഞു പോയ ഒരു പതിറ്റാണ്ട് കൊണ്ട് ഞങ്ങൾക്ക് ആ ചിന്തയേ ഇല്ല. കാരണം എന്താണെന്നറിയോ? രാജ്യം ചിട്ടയോടെ ഓരോ കാര്യങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു. ആ പഴയ മതേതര പേടിയൊന്നുമില്ല. ഞങ്ങൾ കുംഭമേളയ്ക്ക് പോകും, കുറി വരയ്ക്കും, ഹിന്ദുവാണെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ അഭിമാനിക്കുന്നു. അങ്ങനെയെല്ലാം മാറ്റി തന്നത് ആ ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജി തന്നെയാണ്. ആ മാറ്റം രാജ്യം മുഴുവനായിട്ടും കാണാനുമുണ്ട്. കേരളവും മാറി തുടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI, കേരള കോൺഗ്രസ് മാണി, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി, രാഷ്ട്രീയ ജനതാദൾ, കേരള കോൺഗ്രസ് ഗണേഷ്, ഇന്ത്യൻ നാഷണൽ ലീഗ്, സെക്യുലർ കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് സക്രിയ തോമസ് വിഭാഗം, ഇത്രയും പാർട്ടികൾ ഒന്നിച്ചു നിൽക്കുന്നതാണ് നിലവിലെ LDF എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഇവരിൽ 80% പാർട്ടിയുടെ അണികളോടും ഏത് പാർട്ടിയിലാണ് നിങ്ങൾ എന്ന് ചോദിച്ചാൽ ഒരു പിടിയും കാണില്ല. അതാണ് സത്യം. അതുപോലെ തന്നെയാണ് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നതിൽ INC എന്നൊക്കെ അവർ പറയുമെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ജേക്കബ്, കേരള കോൺഗ്രസ് ജോസഫ്, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, പിന്നെ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും എന്നൊക്കെ പറയുന്നത് പോലെ ഒരു കുട കീഴിൽ ഒരു ചെറിയ സംവിധാനം, അത് മാത്രമാണത്. ഈ VD സതീശനും പിണറായി വിജയനും ഒക്കെ ഇതിന്റെ മൊത്തത്തിലുള്ള തുകയാണ് എന്നൊന്നും അല്ലാട്ടോ. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോഴേ ഇരു രാഷ്ട്രീയ കക്ഷികളും ഒരു 10 വർഷത്തേക്ക് ഒറ്റയ്ക്ക് കേരളം ഭരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അത് ഇച്ചിരി പ്രയാസമുള്ള ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? 2026 കേരളത്തില് മന്ത്രിസഭ രൂപീകരിക്കുമെന്ന് അമിത്ഷാ ഒരു അർദ്ധശങ്കയും കൂടാതെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡേഞ്ചറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം പാലിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുള്ളതാണെന്നും മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞുപോയ വർഷങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ മനസ്സിലാവും. പിണറായി വിജയന്റെ 10ഓളം വരുന്ന മുന്നണികൾ പറയുന്നു അടുത്തത് വീണ്ടും പിണറായി വിജയൻ തന്നെ വരുമെന്നോ, മതമാണ് മതത്തെയാണ് എന്നൊക്കെ പറഞ്ഞ് ജൂനിയർ പപ്പു ഭരണം പിടിക്കുമെന്നാണ് അവരും പറയുന്നത്. പക്ഷേ 12 വർഷത്തെ BJPയുടെ ഭരണ മികവ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. മാറ്റങ്ങൾ ജനങ്ങൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരത് കൃത്യമായി വീക്ഷിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും എത്തിയിട്ടുള്ള 20 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇത്തവണ നരേന്ദ്ര മോദിജിക്ക് വേണ്ടിയിട്ട് ഒരു വമ്പൻ സർപ്രൈസ് കാത്തിരിപ്പുണ്ട്. വെറും 50 മണ്ഡലങ്ങളിൽ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ച് 90ഓളം മണ്ഡലങ്ങളിൽ വെടിപ്പായിട്ടൊന്ന് കളം വെട്ടിയാൽ ബാക്കി അമിത്ഷാജി നോക്കിക്കോളും. 2026 അമിത്ഷാജി BJPയുടെ ചാണക്യൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കേരള നിയമസഭയില് 2026 ഭാരതീയ ജനതാ പാർട്ടി മന്ത്രിസഭ രൂപീകരിച്ചിരിക്കും.